ഇന്ന് വനിതാ ബിൽ നാരി ശക്തി വന്ദൻ അഭിയാൻ ആ ബില്ലിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്കായി നമ്മോടൊപ്പം ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശ്രീരേഖ മാമാണ്. മാമിനെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്കായി ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% റിസർവേഷൻ ഉണ്ടെങ്കിൽ പോലും, സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, ലോക്സഭയിലും നിയമസഭയിലും കൂടെ ചേർത്ത് 15-ന് താഴെയുള്ളൂ. 14.6 അങ്ങനെയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് മാറണം. കാരണം ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മാണത്തിന് സ്ത്രീകളുടെ പങ്ക് വളരെയധികം പ്രധാനമാണ് എന്ന് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം 2014 മുതൽ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിമാർക്ക് അർഹമായ പരിഗണന എല്ലാ രംഗത്തും കിട്ടണം. അതിലേറ്റവും കൂടുതൽ രാഷ്ട്ര നിർമ്മാണത്തിൽ, നിയമനിർമ്മാണത്തിൽ നല്ലൊരു പങ്ക് വേണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ഒരു നിയമ ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവരണം എന്ന ആവശ്യവുമായിട്ട് വന്നത്. അതിപ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ബില്ല്, അതിൻ്റെ രൂപം, അതിൻ്റെ ഏകദേശം ശരിയായി. അതിന് 16-ാം തീയതി അത് അവതരിപ്പിക്കുകയാണ് പാർലമെൻറ്റിൽ. അതിനു മുമ്പായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ, ജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പശ്ചാത്തലം പറയുകയാണെങ്കിൽ, നമ്മുടെ ഭാരത ഭരണഘടനയിൽ സ്ത്രീകൾക്ക് തത്തുല്യ സ്ഥാനം എല്ലാ മേഖലയിലും പുരുഷന്മാരോടൊപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേക നിയമം ഇല്ലാത്തത് കൊണ്ട് ലോക്കൽ ഗവൺമെൻറ്റിനും, അതായത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ നിയമസഭയിലോ ലോക്സഭയിലോ ഒന്നും സ്ത്രീകൾക്ക് അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ രംഗം നോക്കിക്കഴിഞ്ഞാൽ പോലും സ്ത്രീകൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നതും ഇലക്ഷന് നിൽക്കുന്നതുമൊക്കെ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്നു പണ്ട്. അതിനുശേഷമുള്ള 73-ഉം 74-ഉം നിയമസഭാ ഭേദഗതികൾ വന്നതിന് ശേഷമാണ് 33% സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ വേണം എന്നുള്ളൊരു നിയമം വരികയും അതനുസരിച്ച് 1995-ലെ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വന്നപ്പോൾ 33.5% സ്ത്രീകളെ വെച്ചുകൊണ്ടാണ് അന്നത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്തിയത്. അതിന് പിന്നീട് 50% വരെ ആക്കാമെന്നുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ഉത്തരവ് വന്നതിൽ പിന്നെ പല സംസ്ഥാനങ്ങളും 50% ആക്കുകയും അങ്ങനെ 2009-ൽ കേരളത്തിലും 50% റിസർവേഷൻ വെച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷന് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? വളരെ നല്ല രീതിയിലാണ് തദ്ദേശ ഭരണം നടക്കുന്നത്. ഒരു റൊട്ടേഷൻ അനുസരിച്ച് എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മാറി മാറി ചില സീറ്റുകൾ സ്ത്രീ സംവരണ സീറ്റായിട്ട് നിശ്ചയിച്ചുകൊണ്ടും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഡെപ്യൂട്ടി പ്രസിഡന്റിൻ്റെയും ഒക്കെ സ്ഥാനങ്ങൾ വനിതകൾക്ക് നൽകിക്കൊണ്ടുമൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ട് കാണാം. സ്ത്രീകളുടെ ഉന്നമനം വളരെ നല്ല രീതിയിൽ, അവരുടെ ശബ്ദം ഇതുപോലെ നിയമനിർമ്മാണ മേഖലയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ളൊരു മാറ്റം ലോക്സഭയിലും രാജ്യസഭയിലും അതുപോലെ നിയമസഭയിലും കൂടെ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ബില്ല് 128-ാം നിയമ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് അവതരിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 106-ാം അമെൻമെൻ്റായിട്ട് മാറും. നമ്മുടെ നിയമം ആയിക്കഴിഞ്ഞാൽ ഭാരത ഭരണഘടനയിൽ 106-ാം ഭരണ ഭേദഗതിയായിട്ട് മാറും. 33% സ്ത്രീ സംവരണം നിയമസഭകളിലും ലോക്സഭകളിലും ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം വരും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ 2029-ൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിച്ച് കാണുകയും 2029-ന് ശേഷം സ്ത്രീകളുടെ പ്രാതിനിധ്യം ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ കൂടുതലായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഗുണകരമായിട്ട് ഭവിക്കും. അപ്പോൾ ഇതിനൊരു സർവകക്ഷി പിന്തുണ വേണം. എല്ലാ പാർട്ടികളും അവരുടെ പിന്തുണ ഇതിന് കാലാകാലങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. കാരണം വനിതകൾക്കുള്ള ഒരു ആദരവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള പരിഗണന എന്ന് പറയുന്നത് ആർക്കും അവഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്ത്രീകളെ എവിടെ മാനിക്കുന്നു അവിടെ മാത്രമേ സമൂഹം ആദരിക്കപ്പെടുന്നുള്ളൂ, നമ്മുടെ സമൂഹം മെച്ചപ്പെടുന്നുള്ളൂ എന്നുള്ള ഒരു തത്വത്തിൻ്റെ അധിഷ്ഠിതമായിട്ട്
എല്ലാ പാർട്ടികളും, എല്ലാ വിവിധ കക്ഷി രാഷ്ട്രീയങ്ങളും എല്ലാം ഒരുപോലെ അംഗീകരിച്ച കാര്യമാണ് 33.5%, പിന്നീട് 50% സ്ത്രീ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പോൾ അത് കേന്ദ്രത്തിലും കൂടെ വരുന്നതിൽ 33% ആ ഒരു നിയമം പാസ്സാക്കുന്നതിന് എല്ലാ പാർട്ടികളുടെയും, രാഷ്ട്രീയ പാർട്ടികളുടെയും, എല്ലാ സമുദായത്തിൻ്റെയും, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ചോദിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവിടെ നടത്തുന്നത്. അപ്പം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഓൺലൈനായിട്ട് എല്ലാവരെയും കണ്ട് ഇതിനെക്കുറിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതോടൊപ്പം അദ്ദേഹം പറയും എന്തൊക്കെ വിവിധ പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടിയും പെൺകുട്ടികൾക്ക് വേണ്ടിയും ഒക്കെ ഭാരതത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് വളരെയധികം കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയ്ക്കായിട്ട്, അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്ത്രീകൾക്ക് ആദരപൂർവ്വം അവർക്ക് ജീവിക്കാൻ, അവർക്ക് ബഹുമാനപൂർവ്വം, അവർക്ക് അഭിമാനത്തോടു കൂടി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ, അവരുടെ വികസനം എന്നിവയെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി പദ്ധതികൾ നരേന്ദ്രമോദിജി ഇതിനോടകം, സർക്കാരും ഒക്കെ ഇതിനോടകം തന്നെ നിയമമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇതൊരു വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ, ഭാരതത്തിൽ സംഭവിക്കും. മറ്റ് പല വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭാരതത്തിൽ ഇത് 14% എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് അതൊരു 33% ആക്കിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നമുക്കും ഇടം പിടിക്കാൻ സാധിക്കും. കാരണം വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, UK, സ്വീഡൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 45-46% സ്ത്രീകൾ സഭകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 15 വർഷത്തേക്ക് ഇങ്ങനെ ഒരു ബില്ല് നിയമത്തിൽ കൊണ്ടുവന്ന് ആ 15 വർഷത്തിന് ശേഷം പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇല്ലാതാവും. അപ്പോൾ അങ്ങനെയാണല്ലോ ഒരു സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഒരു സംവരണം കിട്ടും, അതിനുശേഷം അത് നിലവിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നായിട്ട് എല്ലാവർക്കും ഒരുപോലെ ആക്കി മാറ്റുമ്പോൾ സംവരണത്തിൻ്റെ ആവശ്യം തന്നെ സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങളോട് പറയാനും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാനുമായിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഇവിടെ കൂടി.